ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. കാരണം വേറൊന്നുമല്ല, ഒത്തിരി പഠിക്കാനൊക്കെയുണ്ട്. അപ്പം ഞാൻ എത്രാം ക്ലാസ്സിലാണെന്ന് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒത്തിരി വിഷയങ്ങളും അതുപോലെ തന്നെ ഒത്തിരി നോട്ടുകളും ഒത്തിരി പഠിക്കാനും ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പോലും എനിക്ക് ഇപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ കളിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല. കാര്യം പഠിക്കാനൊക്കെ ഒത്തിരിയുണ്ട്. പഠിച്ചെങ്കിലേ ഒക്കൂ. അപ്പം ഈ ഒരു എന്താ പറയുക, 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച രീതിയല്ല. 8, 9 എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള പഠിത്തമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹൈ ക്ലാസ്. അപ്പോൾ തല കുത്തനെ ഇരുന്ന് പഠിച്ചെങ്കിലേ ഒക്കൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അല്ലേ. അപ്പം എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പം എനിക്ക് ടോട്ടലി 10 വിഷയമാണ്, 10 സബ്ജക്റ്റാണ് ഞങ്ങൾക്ക് ടോട്ടലി ഉള്ളത്. ഇത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, മാത്സ്, മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, സോഷ്യൽ സയൻസ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇത്രയും കൂട്ടി 10 വിഷയമാണ് ടോട്ടലി ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഒത്തിരി പഠിക്കാനും ഒത്തിരി വായിക്കാനും ഒത്തിരി എഴുതാനും നോട്ട് എഴുതാനും ട്യൂഷന് പോകാനും സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ ഒത്തിരിയുണ്ട്. അപ്പം എന്താ പറയുക, ഫുള്ള് തല കറങ്ങി നിൽക്കുകയാണ്. അപ്പം നാളെ തൊട്ട് പരീക്ഷ തുടങ്ങുകയാണ്. ഓണപ്പരീക്ഷ, അതായത് ഓണം എക്സാം തുടങ്ങുകയാണ്, ഓണപ്പരീക്ഷ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് ഓണപ്പരീക്ഷ തുടങ്ങുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്ര വിഷയമുണ്ട്, നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫിസിക്സും കെമിസ്ട്രിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്സ്. അതൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയമാണ് കേട്ടോ, ഫിസിക്സും കെമിസ്ട്രിയും. അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച് എക്സാം എഴുതുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും. അപ്പം എന്താ പറയുക, നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട്. ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് എന്തായാലും 10 ദിവസത്തെ അവധിയുണ്ടല്ലോ. അപ്പം അതിന് ഞാൻ ഫുൾ വീഡിയോ ഞാൻ ഒരു മടി കൂടാതെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്രാവശ്യം തൽക്കാലം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ചെറിയൊരു ഇടവേളയുണ്ട് ഈ ഓണപ്പരീക്ഷ കഴിയുന്നിടം വരെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എടുത്ത വീഡിയോ ആണ്, ഞാൻ മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഓണത്തിനുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. ഓണത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം യൂട്യൂബ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഓണം എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴാണ് ഓണപ്പരീക്ഷ തുടങ്ങുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.